നൂറുകണക്കിന് ഏക്കറിൽ പരന്നുകിടക്കുന്ന ഒരു ക്ഷേത്ര നഗരം. ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ അവിടെ എത്തുന്നു. അവർക്ക് താമസിക്കുവാനായി ഗസ്റ്റ് ഹൗസുകൾ, അവർക്ക് കഴിക്കുവാൻ 2 നേരം സൗജന്യ ഭക്ഷണം, ക്ഷേത്ര ട്രസ്റ്റിന് കീഴിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. എന്നാൽ ആ നഗരത്തിന് സമീപത്ത് താമസിക്കുന്നതും ആ സ്ഥലം സന്ദർശിക്കുവാനായി എത്തുന്നതുമായ പെൺകുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നു. ചിലരുടെ അഴുകി തുടങ്ങിയ മൃതദേഹങ്ങൾ നാട്ടുകാർ കണ്ടെത്തുന്നു. കാണാതായവരെ അന്വേഷിച്ചെത്തുന്നവർ ക്രൂരമർദ്ദനത്തിന് ഇരകളാകുന്നു. ഓരോ സംഭവങ്ങളുടെയും സാക്ഷികൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്ന് യക്ഷിക്കഥയെ വെല്ലുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കഥകൾക്ക് പിന്നിൽ എന്തെങ്കിലും സത്യമുണ്ടോ? യഥാർത്ഥത്തിൽ എന്താണ് ധർമ്മസ്ഥലയിൽ സംഭവിക്കുന്നത്? ദക്ഷിണ കർണാടകയിലെ ബെൽത്തങ്ങാടിക്കടുത്ത് നേത്രാവതി നദീതീരത്തുള്ള ക്ഷേത്രനഗരം. ചുറ്റും നിബിഡ വനം. മഞ്ജുനാഥ ക്ഷേത്രവും ഒറ്റക്കല്ലിൽ തീർത്ത ബാഹുബലി പ്രതിമയും സമീപത്തുള്ള മറ്റു ക്ഷേത്രങ്ങളും സന്ദർശിക്കുവാൻ ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നയിടം. വീടില്ലാത്തവരും കുട്ടികളില്ലാത്തവരുമായ നിരവധി ആളുകൾ അഭയം തേടുന്ന സ്ഥലം ധർമ്മസ്ഥല. ഇന്നു കാണുന്ന ധർമ്മസ്ഥല 800 വർഷങ്ങൾക്ക് മുമ്പ് കുടുംബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രാമമായിരുന്നു. ധർമ്മസ്ഥല ഒരു ക്ഷേത്ര നഗരമായതിനു പിന്നിൽ ലോകമറിയുന്ന ഒരു ഐതിഹ്യമുണ്ട്. അത് ഇപ്രകാരമാണ്. ബിർമണ്ണ പെർഗഡെ എന്ന ജൈനമത തലവനും അയാളുടെ പത്നി അമ്മു ബെല്ലാളത്തിയും താമസിക്കുന്ന സ്ഥലമായിരുന്നു കുടുമയിലെ നെല്ലിയാട് വീട്. അവർ ഇരുവരും അങ്ങേയറ്റം ആതിഥ്യ മര്യാദയുള്ളവരും ആളുകളോട് വളരെയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നവരുമായിരുന്നു. ഒരിക്കൽ ധർമ്മത്തിന്റെ കാവൽ മാലാഖമാർ മനുഷ്യരൂപം ധരിച്ച് നെല്ലിയാട് വീട്ടിലെത്തി. ബിർമണ്ണയുടെയും അമ്മു ബെല്ലാളത്തിയുടെയും സ്നേഹം അവരുടെ മനസ്സു നിറച്ചു. അന്നു രാത്രി ബിർമണ്ണ പെർഗഡയുടെ സ്വപ്നത്തിൽ ധർമ്മത്തിന്റെ മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് മനുഷ്യരൂപമെടുത്ത് തങ്ങൾ വന്നതിന്റെ ഉദ്ദേശം വ്യക്തമാക്കി. നെല്ലിയാട് വീടും അവരുടെ ജീവിതവും ലോകത്തിൽ ധർമ്മ പ്രചാരണത്തിനായി മാറ്റിവെക്കണം. ആ വീട് ഒരു ക്ഷേത്രമാക്കണം. മറിച്ചൊന്നും ചിന്തിക്കാതെ അടുത്ത ദിവസം തന്നെ പെർഗഡെ നെല്ലിയാട് വീടൊഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് താമസമാക്കി. അന്ന് പെർഗഡയും ഭാര്യയും ഒഴിഞ്ഞ വീടിരുന്ന സ്ഥലത്ത് മഞ്ജുനാഥ ക്ഷേത്രം ഉയർന്നു വന്നു. മഞ്ജുനാഥ ക്ഷേത്രം ഇരിക്കുന്ന നഗരത്തിലെ ഫ്യൂഡൽ പ്രഭുവിനെ ഹെഗ്ഗഡെ എന്ന് വിളിച്ചു. ആ ക്ഷേത്ര നഗരത്തിലെ എല്ലാ സിവിൽ ക്രിമിനൽ പരാതികളും പരിഹരിച്ചിരുന്നത് ഹെഗ്ഗഡെയാണ്. ബിർമണ്ണയുടെ തലമുറകൾ അവിടുത്തെ കാര്യക്കാരായി. ബിർമണ്ണയുടെ കുടുംബത്തിലെ മൂത്ത പുരുഷാംഗം ക്ഷേത്രത്തിന്റെയും അവിടുത്തെ പ്രസ്ഥാനങ്ങളുടെയും ധർമാധികാരി അഥവാ ചീഫ് അഡ്മിനിസ്ട്രേറ്ററായി. നിരവധി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധർമ്മസ്ഥല ട്രസ്റ്റിന് കീഴിൽ ഉയർന്നു വന്നു. ധർമ്മസ്ഥല സന്ദർശിക്കുവാൻ എത്തുന്നവർക്ക് താമസിക്കുവാനായി നിരവധി ഗസ്റ്റ് ഹൗസുകളും അവ ബുക്ക് ചെയ്യുവാൻ പ്രത്യേക സംവിധാനങ്ങളും സജ്ജമായി. മലയാളികൾ അധികം എത്താറില്ലെങ്കിലും ബാംഗ്ലൂരിൽ നിന്നും കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ദിനംപ്രതി ഇവിടെ എത്തുന്നു. ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭരണം നിർവഹിക്കുന്നത് ജൈനമതക്കാരാണെങ്കിലും ഹൈന്ദവ ദൈവമായ പരമശിവന്റെ പേരിലാണ് ക്ഷേത്രമുള്ളത്. ക്ഷേത്രത്തിലെ ആരാധനകൾ നടത്തുന്നത് ഹിന്ദു ആചാരപ്രകാരമാണ്. ജൈന ദൈവങ്ങൾക്കൊപ്പം ഹിന്ദു ദേവതകളെയും ക്ഷേത്രത്തിൽ ആരാധിച്ചു. 1968 21ാമത്തെ ഹെഗ്ഗഡെയായി 19കാരൻ വീരേന്ദ്ര ചുമതലയേറ്റു. വീരേന്ദ്രയുടെ കീഴിൽ ധർമ്മസ്ഥല കൂടുതൽ പ്രസിദ്ധി ആർജിച്ചു. 2000 ആണ്ടിൽ വീരേന്ദ്ര ഹെഗ്ഗഡെയുടെ സാമൂഹിക സേവനങ്ങൾക്ക് രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. 2015 അദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. 2022 വീരേന്ദ്ര ഹെഗ്ഗഡെ രാജ്യസഭാംഗമായി. ധർമ്മസ്ഥലയുടെ പ്രസിദ്ധി വർദ്ധിക്കുന്നതിനോടൊപ്പം ആ സ്ഥാപനത്തെയും സ്ഥലത്തെയും ചുറ്റിപ്പറ്റി ദുരൂഹത നിറഞ്ഞ ആരോപണങ്ങളും ഉയർന്നു വന്നു. അതിലേക്ക് നയിച്ച ചില സംഭവങ്ങളും അവിടെയുണ്ടായി. ധർമ്മസ്ഥലയുടെ സമീപ പ്രദേശങ്ങളിൽ നിരവധി സാധാരണക്കാർ താമസിക്കുന്നുണ്ട്. അതിലൊരാളായിരുന്നു സൗജന്യ. ഉജ്ജറിലെ ധർമ്മസ്ഥല ട്രസ്റ്റിന് കീഴിലുള്ള SDM കോളേജിലെ 2ാം വർഷ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയാണ് സൗജന്യ. 2012 ആണ്ട് ഒക്ടോബർ 9 ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അന്ന് ധർമ്മസ്ഥലയിൽ ഒരു പ്രാദേശിക ഉത്സവം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗജന്യയുടെ അമ്മ ആഹാരം പാകം ചെയ്യാൻ വൈകി. കോളേജിൽ സമയത്തെത്താനായി സൗജന്യ ആഹാരം കഴിക്കാതെ ഇറങ്ങി. ആഹാരം ഉണ്ടാക്കാൻ വൈകിയത് കൊണ്ട് തന്നെ ഉച്ചഭക്ഷണവും എടുത്തിരുന്നില്ല. നേരെ വീട്ടിലെത്തി ഉത്സവത്തിന്റെ ഭാഗമായി ഉണ്ടാക്കുന്ന പ്രത്യേക ഭക്ഷണം കഴിക്കുവാനായിരുന്നു സൗജന്യ ഉദ്ദേശിച്ചത്. ക്ലാസ്സിനു ശേഷം ഉച്ചതിരിഞ്ഞ് 3:45 ആയപ്പോൾ സുഹൃത്തുക്കളോട് യാത്ര പറഞ്ഞ് അവൾ കോളേജിൽ നിന്നിറങ്ങി. പതിവ് പോലെ കോളേജിന് സമീപത്തെ സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി നേത്രാവതിക്ക് ടിക്കറ്റ് എടുത്തു. അവിടെ നിന്ന് സൗജന്യയുടെ വീട്ടിലേക്ക് 20 മിനിറ്റ് നടക്കുവാനുള്ള ദൂരമുണ്ട്. പരമാവധി 30 മിനിറ്റാണ് വീട്ടിലെത്താൻ എടുക്കുന്ന സമയം. സൗജന്യ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴി പ്രകൃതി ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റിയെ കാണുന്നു. വീടെത്താൻ 10 മിനിറ്റ് കൂടി ബാക്കിയുള്ളപ്പോൾ അവൾ തൻ്റെ അങ്കിളിനെ കണ്ടു.
എന്താ ഇന്ന് വൈകിയോ എന്ന അങ്കിളിൻ്റെ കുശലാന്വേഷണത്തിന് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് മറുപടി പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നു. ഇപ്പോൾ സമയം വൈകിട്ട് 6:30. കോളേജ് കഴിഞ്ഞ് മകൾ എത്തുന്ന നേരം കഴിഞ്ഞിട്ടും കാണാതായതോടെ അമ്മ ആശങ്കയിലായി. സാധാരണ ഇത്രയും വൈകാറില്ല. മകൾ കോളേജിൽ നിന്ന് ഇതുവരെ എത്തിയിട്ടില്ല, എത്രയും വേഗം ഒന്ന് അന്വേഷിക്കണമെന്ന് അമ്മ സൗജന്യയുടെ പിതാവിനെ വിളിച്ചറിയിച്ചു. മകളുടെ സുഹൃത്തുക്കളെയെല്ലാം ഫോണിൽ വിളിച്ച് മകൾ അവരുടെ ആരുടെയെങ്കിലും ഒപ്പമുണ്ടോ എന്ന് അയാൾ അന്വേഷിക്കുവാൻ തുടങ്ങി. സൗജന്യ തങ്ങളുടെ ആരുടെയും ഒപ്പമില്ലെന്നും ക്ലാസ് കഴിഞ്ഞ് അവൾ ബസ് കയറി പോയത് കണ്ടിരുന്നുവെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു. അതോടെ പിതാവിന് കാര്യത്തിന്റെ ഗൗരവം കൂടുതൽ വ്യക്തമായി. അയാൾ സൗജന്യയുടെ അങ്കിളിനെ വിവരം അറിയിച്ചു. വീട്ടിലേക്ക് പോകുന്ന വഴി സൗജന്യയെ കണ്ട് സംസാരിച്ച വിവരം അങ്കിൾ പിതാവിനോട് പറഞ്ഞു. ഇതോടെ പിതാവ് നാട്ടുകാരുടെ സഹായം തേടി. ആ ഗ്രാമത്തിലെ ഏതാണ്ട് 300-ൽ പരം ആളുകൾ രാത്രിയിൽ സൗജന്യയെ അന്വേഷിച്ചിറങ്ങി. എന്നാൽ ആർക്കും സൗജന്യയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാതാപിതാക്കളും ഗ്രാമവാസികളും പരാതിയുമായി ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലെത്തി. കുട്ടിയെ കാണാനില്ലാത്തതിനാൽ മിസ്സിംഗ് കേസ് എടുക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. മകൾ ആരുടെ കൂടിയെങ്കിലും പോയതായിരിക്കുമെന്നും 24 മണിക്കൂർ കഴിയാതെ മിസ്സിംഗ് കേസ് എടുക്കാൻ കഴിയില്ലെന്നും പോലീസ് ശാഠ്യം പിടിച്ചു. പോലീസിനോട് പലതവണ അഭ്യർത്ഥിച്ചിട്ടും കേസ് എടുക്കുവാനോ അന്വേഷണം നടത്തുവാനോ അവർ തയ്യാറായില്ല. പിറ്റേ ദിവസം ഒക്ടോബർ 10-ന് നാട്ടുകാർ സൗജന്യ അന്വേഷിച്ചിറങ്ങി. 2 മണിക്കൂറിനുള്ളിൽ നേത്രാവതി പുഴയുടെ തീരത്തു നിന്ന് നാട്ടുകാർക്ക് സൗജന്യയുടെ മൃതദേഹം കിട്ടി. ആ സ്ഥലത്തു നിന്ന് അവളുടെ വീട്ടിലേക്കുള്ള ദൂരം 10 മിനിറ്റ് മാത്രമായിരുന്നു. മൃതദേഹം പൂർണ്ണ നഗ്നമായ നിലയിലായിരുന്നു. ദുപ്പട്ടയും ID കാർഡും കൊണ്ട് കൈകൾ ഒരു മരത്തിന് ചുറ്റും കൂട്ടിക്കെട്ടിയിരുന്നു. വാരിയെല്ലുകൾ പൂർണ്ണമായും തകർക്കപ്പെട്ടിരുന്നു. ശരീരമാകെ ചെറുതും വലുതുമായ മുറിവുകളുണ്ടായിരുന്നു. ക്രൂരമായ മർദ്ദനമേറ്റതിൻ്റെ പാടുകളുണ്ടായിരുന്നു. അവളുടെ വജൈനയിൽ 6 ഇഞ്ച് കനത്തിൽ മണ്ണ് നിറഞ്ഞിരുന്നു. അത് റേപ്പ് ചെയ്തതിനു ശേഷം തെളിവ് നശിപ്പിക്കുവാനായി കൊലയാളി ചെയ്തതാണെന്ന് നിരീക്ഷിക്കപ്പെട്ടു. സൗജന്യ ആ ദിവസം മുഴുവൻ ആഹാരം കഴിച്ചിരുന്നില്ല. കൊല്ലപ്പെടുന്നതിന് 6 മണിക്കൂർ മുമ്പ് മാത്രം അവൾ ആഹാരം കഴിച്ചതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. ഇതോടെ സൗജന്യ കൊലപാതകം കർണാടകയിൽ വലിയ ചർച്ചകൾക്കും പ്രക്ഷോഭങ്ങൾക്കും വഴിവെച്ചു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. നിവൃത്തികെട്ട പോലീസ് സൗജന്യയുടെ മരണത്തിനു ശേഷം നാട്ടിൽ നിന്ന് കാണാതായ 4 കോളേജ് വിദ്യാർത്ഥികളെ പ്രതികളാക്കി അന്വേഷണം ആരംഭിച്ചു. എന്നാൽ മാർക്ക് കുറഞ്ഞതുകൊണ്ട് ഇവർ നാടുവിട്ടതാണെന്ന് പറയുന്നു. സംഭവം നടന്ന ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് 5 യുവാക്കൾ ഒരു 28 വയസ്സുകാരനുമായി എത്തി. മാനസിക പ്രശ്നമുള്ള അയാളുടെ പേര് സന്തോഷ് റാവു എന്നായിരുന്നു. സന്തോഷ് റാവു ആണ് സൗജന്യ കേസിലെ പ്രതിയെന്ന് അയാളുമായി സ്റ്റേഷനിലെത്തിയ യുവാക്കൾ ആരോപിച്ചു. സന്തോഷ് റാവുവിൻ്റെ പിതാവ് ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. മാനസിക പ്രശ്നമുള്ളതിനാൽ സന്തോഷ് റാവു സ്കൂളിൽ പോയിരുന്നില്ല. അയാൾ ശൃംഗേരിയിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു. കടുത്ത ദൈവവിശ്വാസിയായിരുന്ന സന്തോഷ് ഇടയ്ക്കിടയ്ക്ക് ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രം സന്ദർശിക്കുവാനെത്തും. ഒക്ടോബർ 9-ാം തീയതിയും പതിവ് പോലെ അയാൾ മഞ്ജുനാഥ ക്ഷേത്രം സന്ദർശിക്കുവാനെത്തി. എന്നാൽ അവിടുത്തെ ഗസ്റ്റ് ഹൗസുകളിലൊന്നും അയാൾക്ക് താമസ സൗകര്യം കിട്ടിയില്ല. ഒറ്റക്കല്ലിൽ കൊത്തിയ ബാഹുബലി പ്രതിമയ്ക്ക് സമീപം രാത്രി കഴിച്ചുകൂട്ടി. പകൽ അമ്പലത്തിലെത്തി പ്രസാദം കഴിക്കും. രാത്രിയിൽ വീണ്ടും ബാഹുബലി പ്രതിമയ്ക്ക് താഴെ കഴിച്ചുകൂട്ടും. അന്നും പതിവ് പോലെ സന്തോഷ് റാവു ബാഹുബലി മലയിൽ ഇരിക്കുമ്പോഴായിരുന്നു ഗ്രാമത്തിലെ 5 യുവാക്കൾ അവിടെ എത്തിയത്. അവർ സന്തോഷുമായി കലഹിച്ചു. സന്തോഷ് റാവുവിനെ കയ്യേറ്റം ചെയ്തു. സൗജന്യയെ കൊലപ്പെടുത്തിയത് സന്തോഷ് റാവു ആണെന്ന് ആരോപിച്ച് അയാളെ പിടികൂടി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. യുവാക്കളുടെ ആരോപണം ശരിയാണോ എന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ പോലീസ് സന്തോഷ് റാവുവിനെതിരെ കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. സൗജന്യ കേസിലെ പ്രതിയെ കണ്ടെത്താൻ നാട് മുഴുവൻ പ്രക്ഷോഭം നടക്കുമ്പോൾ പ്രതിയെന്ന നിലയിൽ പോലീസ് സന്തോഷ് റാവുവിനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. അത് കേട്ട ആളുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. സന്തോഷിനെ പ്രതിയായി അംഗീകരിക്കുവാൻ നാട്ടുകാരും സൗജന്യയുടെ ബന്ധുക്കളും തയ്യാറായിരുന്നില്ല. ഇതല്ല പ്രതിയെന്ന് സൗജന്യയുടെ മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞു. എന്നാൽ പോലീസ് അത് നിഷേധിച്ചു. മനോരോഗ വിദഗ്ധന്റെയും സന്തോഷിന്റെ പിതാവിന്റെയും സഹായത്തോടെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ബലാത്സംഗത്തിനും കൊലപാതകത്തിനും താനാണ് ഉത്തരവാദിയെന്ന് സന്തോഷ് പറഞ്ഞതായി ദക്ഷിണ കന്നഡ SP അഭിഷേക് ഗോയൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സന്തോഷ് ഈ കുറ്റം ചെയ്തു എന്ന് സംശയലേശമന്യേ ഉറപ്പിക്കുവാനായി ഇയാൾ മുമ്പൊരു ബലാത്സംഗ ശ്രമത്തിൽ പ്രതിയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. സൗജന്യയുടെ മൃതദേഹം കണ്ടെത്തിയത് ധർമ്മസ്ഥലയ്ക്ക് സമീപത്തായിരുന്നു. സൗജന്യയുടെ മരണത്തിന് പിന്നാലെ ധർമ്മസ്ഥല ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡെയുടെ സഹോദരപുത്രൻ നിശാലും കൂട്ടുകാരുമാണെന്ന ആരോപണമുയർന്നു വന്നു. ഇതോടെ വിവാദം ആളിപ്പടർന്നു. ധർമ്മസ്ഥലയ്ക്കും പരിസര പ്രദേശത്തും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടന്ന 400-ലധികം ദുരൂഹ മരണങ്ങളും കൊലപാതകങ്ങളും അന്വേഷിക്കണമെന്ന ആവശ്യമുയർന്നു. ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് സൗജന്യയുടെ വീട് സന്ദർശിച്ച CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. തന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്തരുതെന്നും സംഭവം CBI അന്വേഷിക്കട്ടെയെന്നും ധർമ്മസ്ഥല ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡെ പറഞ്ഞു.
സർക്കാർ നിയോഗിച്ച CID സംഘം നൽകിയ റിപ്പോർട്ടിൽ സംഭവത്തിൽ ഹെഗ്ഡെയുടെ ബന്ധുക്കൾക്ക് പങ്കില്ലെന്നും സൗജന്യയെ കൊലപ്പെടുത്തിയത് ഒരു മാനസിക രോഗിയാണെന്നുമായിരുന്നു റിപ്പോർട്ട്. CID റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്ന് നാട്ടുകാർ വ്യക്തമാക്കി. സന്തോഷിനെ പോലീസിൽ ഏൽപ്പിച്ചവർക്ക് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് നാട്ടുകാരും കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കളും പറഞ്ഞു. എന്നാൽ കുറ്റകൃത്യം ചെയ്തത് സന്തോഷ് റാവു തനിച്ചായിരുന്നുവെന്ന് പോലീസ് ഉറപ്പിച്ചു പറഞ്ഞു. ഇതോടെ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്നും കേസ് CBIക്ക് വിടണമെന്നുമുള്ള ആവശ്യം ശക്തമായി. സംഭവം നടന്ന 1 വർഷം കഴിഞ്ഞിട്ടും സംഭവത്തിലെ യഥാർത്ഥ പ്രതികളെ പിടികൂടുന്നതിനായി പോലീസ് പരാജയപ്പെട്ടു എന്ന ആരോപണമുയർന്നു. സൗജന്യ കൊലപാതക കേസിലെ യഥാർത്ഥ പ്രതികളെ പിടികൂടുന്നതിന് തങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ ശ്രമങ്ങളും ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ച് വാഗ്ദാനം ചെയ്തു. കേസ് CBIക്ക് വിടണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെടുമ്പോൾ അതിന്റെ ആവശ്യമില്ലെന്നായിരുന്നു കർണാടക ആഭ്യന്തരമന്ത്രി KJ ജോർജിന്റെ നിലപാട്. സൗജന്യയുടെ മരണത്തിന് 1 വർഷത്തിനു ശേഷം ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കേസ് CBIക്ക് വിടാൻ കർണാടക സർക്കാർ തീരുമാനിച്ചു. സംശയത്തിന്റെ നിഴൽ ധർമ്മസ്ഥലയിലേക്ക് എത്തുന്നതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ടായിരുന്നു. അതിലൊന്ന് പത്മലതയുടെ മരണമായിരുന്നു. SDM കോളേജിലെ 2ാം വർഷ PU വിദ്യാർത്ഥിനിയായിരുന്നു പത്മലത. അവൾ കോളേജിൽ നിന്ന് വീട്ടിലേക്കുള്ള ബസ്സിൽ കയറി പതിവായി ഇറങ്ങുന്ന ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയത് പലരും കണ്ടിരുന്നു. എന്നാൽ കോളേജിൽ നിന്ന് മടങ്ങി വന്ന പത്മലത വീട്ടിലെത്തിയില്ല. കാണാതായി 56 ദിവസങ്ങൾക്ക് ശേഷം കൈകാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിൽ അസ്ഥികളും തലയോട്ടിയും പിന്നെ വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളും വാച്ചുമടക്കം ലഭിച്ചു. ആത്മഹത്യ ചെയ്തതാണെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പത്മലത പഠിച്ചിരുന്ന കോളേജിലെ പ്രിൻസിപ്പലിന്റെ കാറിൽ ഹെഗ്ഡെയുടെ അനിയനൊപ്പം പെൺകുട്ടി കയറിയതിന് സാക്ഷികളുണ്ട്. പത്മലതയുടെ അച്ഛന്റെ പെങ്ങളാണ് ഇവരെ പ്രിൻസിപ്പലിന്റെ വാഹനത്തിൽ കയറ്റിവിട്ടത്. കമ്മ്യൂണിസ്റ്റുകാരനായ പിതാവിനോടുള്ള വൈരാഗ്യമാണ് പത്മലതയെ കൊലപ്പെടുത്തുവാൻ കാരണമെന്ന് പറയുന്നു. പത്മലതയുടെ പിതാവ് മലയാളിയായിരുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളൊക്കെ അപ്രസക്തമായിരുന്ന ആ പ്രദേശത്ത് അദ്ദേഹം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനായി നിന്നപ്പോൾ നോമിനേഷൻ പിൻവലിക്കുവാൻ സമ്മർദ്ദമുണ്ടായിരുന്നു. അന്വേഷണത്തിനായി നിയോഗിക്കപ്പെട്ട സംഘം കേസ് തെളിയിക്കുവാൻ കഴിഞ്ഞില്ലെന്ന് റിപ്പോർട്ട് നൽകി. മഞ്ജുനാഥ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളുടെ അറിവോടെയാണ് ഈ കൊലപാതകം നടന്നതെന്ന് കൊല്ലപ്പെട്ട പത്മലതയുടെ സഹോദരി ഇന്ദിര പറയുന്നു. മറ്റൊന്ന് 2003 നടന്ന അനന്യ തിരോധാനമായിരുന്നു. ധർമ്മസ്ഥല കാണാനായി സഹപാഠികൾക്കൊപ്പം എത്തിയതായിരുന്നു KMCCയിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ട്. അനന്യയ്ക്കൊപ്പം ധർമ്മസ്ഥലയിൽ താമസിക്കുന്ന 2 പെൺകുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. അവർ വീട്ടിൽ വസ്ത്രങ്ങൾ എടുക്കുവാനായി പോയി തിരികെ വരുമ്പോൾ അനന്യയെ കാണാനില്ല. പരാതിയുമായി മാതാവ് ബെൽത്തങ്ങാടി പോലീസിലെത്തി. മകൾ ഒളിച്ചോടിപ്പോയതാകുമെന്നായിരുന്നു പോലീസിന്റെ മറുപടി. അവർ കേസെടുക്കുവാൻ തയ്യാറായില്ല. ക്ഷേത്ര ട്രസ്റ്റിലെത്തി അന്വേഷിച്ച അനന്യയുടെ അമ്മ സുജാതയോട് അവിടെയുള്ളവർ പറഞ്ഞത് അവിടെ ഇങ്ങനെയൊക്കെയാണ്, പലരെയും കാണാതാകും, തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നായിരുന്നു. മകളെ അന്വേഷിച്ച് ക്ഷേത്രമുറ്റത്തിരുന്ന സുജാതയെ 3 പേർ വന്ന് മകളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ഇരുട്ടുമുറിയിലടച്ച് മർദ്ദിച്ച് അവശയാക്കി. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സുജാത 3 മാസം അബോധാവസ്ഥയിലായിരുന്നു. 23 വർഷത്തോളം അനന്യ തിരോധാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുവാൻ തയ്യാറായിരുന്നില്ല. അനന്യയെ കാണാതായി 9 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു സൗജന്യയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ ധർമ്മസ്ഥല ട്രസ്റ്റ് അധികാരികൾ സംശയത്തിന്റെ നിഴലിലായി. ഒപ്പം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ശക്തമായി. നാട്ടുകാരിൽ ചിലർ ചേർന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളെക്കുറിച്ചും തിരോധാനങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമായി. സൗജന്യ കേസ് CBIക്ക് വിട്ടതോടെ കഴിഞ്ഞ 10 വർഷമായി ധർമ്മസ്ഥലയിൽ നടക്കുന്ന എല്ലാ തിരോധാനങ്ങളും ദുരൂഹ മരണങ്ങളും CBI അന്വേഷിക്കണമെന്ന ആവശ്യമുയർന്നു വന്നു. എന്നാൽ ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളൊന്നും ഒരു ഏജൻസികളും അന്വേഷിച്ചില്ല. ഇതിനിടയിൽ സൗജന്യ വധക്കേസിന്റെ വിചാരണ CBI കോടതിയിൽ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. 2016 എത്തിയപ്പോൾ കുറ്റകൃത്യത്തിൽ പരാമർശിക്കാത്ത ധീരജ് ജെയിൻ, ഉദയ് ജെയിൻ, മല്ലിക ജെയിൻ എന്നിവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി കോടതി സമൻസ് അയച്ചു. കുറ്റകൃത്യത്തിൽ 1ലധികം ആളുകൾ പങ്കെടുത്തു എന്ന പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരുടെ മൊഴിയിലായിരുന്നു ഈ നടപടി. കേസിന്റെ വാദം പൂർത്തിയായതോടെ പോലീസ് പ്രതിയെന്നു കരുതി കോടതിയിൽ അവതരിപ്പിച്ച സന്തോഷ് റാവുവിനെ കോടതി വെറുതെ വിട്ടു. അറസ്റ്റിലായി 11 വർഷങ്ങൾക്ക് ശേഷം 2023 സന്തോഷ് റാവു കുറ്റവിമുക്തനായത്. സന്തോഷിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് കോടതി നിരീക്ഷിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. അവയെല്ലാം കേസ് അട്ടിമറിക്കപ്പെട്ടതിൻ്റെ തെളിവുകളായിരുന്നു. പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് ഇരയുടെ മുടിയടക്കമുള്ള ഒരു ശരീരഭാഗങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പെൺകുട്ടിയുടെ വസ്ത്രത്തിലും വജൈനൽ സ്വാബിലും കണ്ടെത്തിയത് ഒരേ മണ്ണ് തന്നെയായിരുന്നു. എന്നാൽ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട സന്തോഷ് റാവുവിൻ്റെ ശരീരത്തിലും വസ്ത്രത്തിലും ഈ മണ്ണിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. സന്തോഷ് റാവുവിൻ്റെ ശരീരത്തിൽ നഖം കൊണ്ട് മുറിഞ്ഞ പാടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പെൺകുട്ടിയുടെ നഖത്തിൽ നിന്ന് പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട സന്തോഷിൻ്റെ സ്കിൻ ടിഷ്യൂസോ രക്തക്കറകളോ കണ്ടെത്താൻ കഴിഞ്ഞില്ല.
സന്തോഷ് റാവുവിൻ്റെ ശരീരത്തിൽ കണ്ട നഖപ്പാടുകൾ അയാളെ പിടികൂടിയവർ വരുത്തിയതാണെന്ന് കോടതി നിരീക്ഷിച്ചു. മാത്രമല്ല, കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വസ്ത്രത്തിൽ നിന്ന് പ്രതിയുടെ മുടിയും സ്കിന്നുമടക്കം ഒരു തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബലാത്സംഗവും കൊലപാതകവും നടത്തിയതായി സന്തോഷ് പോലീസിന് കാണിച്ചു കൊടുത്ത പ്രദേശത്ത് പ്രതിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായതുകൊണ്ട് തന്നെ പ്രതിയെന്ന ആരോപിക്കപ്പെട്ടയാളുടെ ലൈംഗിക ശേഷി പരിശോധിച്ചിരുന്നു. അയാൾ ലൈംഗിക ശേഷിയുള്ള ആളാണെങ്കിലും ലൈംഗിക ബന്ധം ദുസ്സഹമാക്കുന്ന ഫീമോസിസ് എന്ന രോഗാവസ്ഥയുള്ള ആളായിരുന്നു. ഈ അവസ്ഥയിലുള്ള ആളുകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കടുത്ത വേദനയും അസ്വസ്ഥതയും ഉണ്ടാവുകയും സ്വകാര്യ ഭാഗത്ത് മുറിവുകൾ ഉണ്ടാവുകയും ചെയ്യാം. എന്നാൽ സന്തോഷ് റാവുവിനെ പരിശോധിച്ചതിൽ നിന്ന് അത്തരത്തിൽ മുറിവുകൾ ഉണ്ടായതായി കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തി. ഫീമോസിസ് ഉള്ള വ്യക്തിക്ക് ലൈംഗിക ബന്ധം വേദനാജനകമായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ ഒരിക്കലും ബലാത്സംഗം ചെയ്യുവാനുള്ള സാധ്യതയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. പെൺകുട്ടിയെ കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ചായിരുന്നു കൊലപ്പെടുത്തിയത്. മൃതശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നു. ഇരു കൈകൾ, പുറം, തുടകളുടെ ഉൾഭാഗം, കാലുകൾ എന്നിവിടങ്ങളിലെ പരിക്കുകളെല്ലാം മരണത്തിന് ശേഷം സംഭവിച്ചതാണെന്ന് പോലീസ് പറയുന്നു. അവരുടെ സ്വകാര്യ ഭാഗത്തിൽ 6 ഇഞ്ച് കനത്തിൽ മണ്ണ് നിറഞ്ഞിരുന്നു. കന്യാചർമ്മം കീറിപ്പോയിരുന്നു. ഈ മുറിവുകളെല്ലാം ലൈംഗികാതിക്രമം ഉണ്ടായതിൻ്റെയും അതിനോട് പെൺകുട്ടി നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെയും തെളിവായി കോടതി ചൂണ്ടിക്കാണിച്ചു. അതായത് ഒരാൾ മാത്രമല്ല ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 3-4 പേർ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനെല്ലാം ഉപരി പ്രതിയെയും കൊല്ലപ്പെട്ട പെൺകുട്ടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തെളിവുകളും കണ്ടെത്താൻ പോലീസിനും CBI ഉൾപ്പെടെ ഒരു അന്വേഷണ സംഘത്തിനും കഴിഞ്ഞില്ല. അതോടൊപ്പം പെൺകുട്ടിയുടെ പിതാവടക്കമുള്ള പ്രമുഖ സാക്ഷികൾ പ്രതിയാക്കപ്പെട്ടയാൾക്ക് പങ്കില്ലെന്നും മറ്റു ചിലരെ സംശയിക്കുന്നതായും തുടക്കം മുതൽ പോലീസിനോട് പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി സൗജന്യ കൊലപാതക കേസിൽ നിന്ന് സന്തോഷ് റാവുവിനെ കോടതി കുറ്റവിമുക്തനാക്കി. ഇതോടെ ഉത്തരം കിട്ടാതെ കേസ് പാതി വഴിയിൽ നിന്നുപോയി. സൗജന്യയ്ക്ക് എന്തു സംഭവിച്ചു? അനന്യയ്ക്ക് എന്തു സംഭവിച്ചു? പത്മലതയെ കൊലപ്പെടുത്തിയത് ആരാണ്? ധർമ്മസ്ഥലയിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുകയും കൊല്ലപ്പെടുകയും ചെയ്ത 400-ലധികം സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്ത് സംഭവിച്ചു? എല്ലാ ദുരൂഹതകൾക്കുമുള്ള ഉത്തരം കിട്ടുവാനുള്ള വെളിപ്പെടുത്തലുകൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 2025 ജൂലൈ ആദ്യവാരത്തിലായിരുന്നു അത്. ധർമ്മസ്ഥലയെ ചുറ്റിപ്പറ്റി നാട്ടുകാർ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കും അടിത്തറ നൽകുന്ന തരത്തിലൊരു വെളിപ്പെടുത്തൽ. ധർമ്മസ്ഥല ട്രസ്റ്റിനു കീഴിൽ 1.5 പതിറ്റാണ്ടോളം ശുചീകരണ തൊഴിലാളിയായിരുന്ന പേര് വെളിപ്പെടുത്താത്ത ഒരാളായിരുന്നു രാജ്യത്തെ ഞെട്ടിച്ച, മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ആ വെളിപ്പെടുത്തൽ നടത്തിയത്. കൂട്ടുപ്രതിയെന്നോ സാക്ഷിയെന്നോ വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന അയാൾ ധർമ്മസ്ഥലയിൽ നടക്കുന്ന 100 കണക്കിന് പീഡന കൊലപാതകങ്ങളെക്കുറിച്ചും അത് ചെയ്തത് ആരാണെന്നതിനെക്കുറിച്ചും തനിക്കറിയാമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. 100 കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ നേത്രാവതി പുഴയിൽ തള്ളാനോ കുഴിച്ചു മൂടാനോ താൻ നിർബന്ധിതനായി എന്ന ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത ആ മനുഷ്യൻ 2 വക്കീലന്മാരുടെ സംരക്ഷണയിൽ പോലീസിനോട് പറഞ്ഞു. അതോടെ ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങളും തിരോധാനങ്ങളും വീണ്ടും രാജ്യം മുഴുവൻ ചർച്ചയായി. 1995 മുതൽ 2014 ഡിസംബർ വരെ ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയായിരുന്നു അയാൾ. നേത്രാവതി പുഴയോരത്തെയും പരിസര പ്രദേശങ്ങളിലെയും ശുചീകരണ പ്രവർത്തനങ്ങളാണ് അയാൾ ചെയ്തിരുന്നത്. ജോലി തുടങ്ങി അധികം കഴിയും മുമ്പേ നേത്രാവതി പുഴയിലൂടെ ഒഴുകി വരുന്ന നിരവധി മൃതദേഹങ്ങൾ അയാൾ കണ്ടു. കൂടുതലും സ്ത്രീകളായിരുന്നു. നഗ്നരോ അടിവസ്ത്രമില്ലാത്തതോ തരത്തിലുള്ള സ്ത്രീകളുടെ മൃതദേഹങ്ങൾ. ശ്വാസം മുട്ടിച്ചു കൊന്നതിൻ്റെയും ലൈംഗിക പീഡനമേറ്റതിൻ്റെയും അടയാളം പേറുന്ന സ്ത്രീ ശരീരങ്ങൾ. ആ കൂട്ടത്തിൽ പ്രായപൂർത്തിയാകാത്തവരും സ്കൂൾ കുട്ടികളും ഉൾപ്പെട്ടിരുന്നു. 1998 മൃതദേഹങ്ങൾ അടക്കം ചെയ്യുവാൻ ക്ഷേത്രത്തിലെ മേൽനോട്ടക്കാരിൽ ഒരാൾ അയാളോട് ആവശ്യപ്പെട്ടത്. തനിക്കതിന് കഴിയില്ലെന്നും പോലീസിൽ പരാതി നൽകുമെന്നും പറഞ്ഞതിൻ്റെ പേരിൽ അയാൾ മർദ്ദിക്കപ്പെട്ടു. ഒരിക്കൽ 15 വയസ്സായ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കുഴിച്ചിടേണ്ടി വന്നു. പെൺകുട്ടിയുടെ ശരീരത്തിൽ യൂണിഫോം ഉണ്ടായിരുന്നില്ല. ആ കുഞ്ഞിനെ കുഴിച്ചു മൂടുമ്പോൾ സ്കൂൾ ബാഗ് ഒപ്പമുണ്ടായിരുന്നു. മറ്റൊന്ന് മുഖം ആസിഡ് ഒഴിച്ച് പൊള്ളിച്ച നിലയിലൊരു 20 വയസ്സുകാരിയുടെ മൃതദേഹമായിരുന്നു. ആ മൃതദേഹം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളയാനായിരുന്നു നിർദ്ദേശം. സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ ധർമ്മസ്ഥലയിൽ എത്തിപ്പെട്ട അനാഥരും വൃദ്ധരുമായവരുടെ മൃതദേഹവും ഇത്തരത്തിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട്. എന്നാൽ ധർമ്മസ്ഥല വിടുന്നതിന് നിമിത്തമായ സംഭവം ഉണ്ടാകുന്നത് 2014 അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട സ്വന്തം ബന്ധുവായ പെൺകുട്ടിയുടെ മൃതദേഹം ഇയാൾക്ക് സംസ്കരിക്കേണ്ടി വന്നു. ഇതോടെ പൂർണ്ണമായും മനസ്സുമടുത്ത അയാൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുവാൻ തീരുമാനിച്ചു. 2014 ഡിസംബറിന് ശേഷം ധർമ്മസ്ഥലയിൽ നിന്ന് കുടുംബത്തോടൊപ്പം കർണാടകയുടെ അയൽ സംസ്ഥാനത്തേക്ക് അയാൾ രക്ഷപ്പെട്ടു. അയൽ സംസ്ഥാനങ്ങളിൽ പല പേരുകളിൽ പല സ്ഥലങ്ങളിലായി കുടുംബത്തോടൊപ്പം താമസിച്ചു. ദിവസവും നിരവധി ഭീഷണി സന്ദേശങ്ങൾ വന്നിരുന്നു. എന്നാൽ അയാൾ കണ്ട കാഴ്ചകളും ചെയ്ത പ്രവൃത്തികളും ഉള്ളിൽ തികട്ടി വന്നുകൊണ്ടേയിരുന്നു. ആ സംഭവങ്ങൾ അയാളുടെ മനസാക്ഷിയെ വേട്ടയാടാൻ തുടങ്ങി.
ഇരകളുടെ അസ്ഥികൂടങ്ങളെങ്കിലും പുറത്തെടുത്ത് ബന്ധുക്കൾക്ക് കൈമാറുന്നതിലൂടെ ഇരകളുടെ കുടുംബത്തിനും അതുവഴി തനിക്ക് മോക്ഷമുണ്ടാകുമെന്ന് അയാൾ വിശ്വസിച്ചു. വിവരം പുറം ലോകത്തെ അറിയിക്കുവാൻ തീരുമാനിച്ച ശേഷം ഒരിക്കൽ കൂടി അയാൾ ധർമ്മസ്ഥലയിലെത്തി. ആദ്യം ചെയ്തത് തെളിവ് ശേഖരണമായിരുന്നു. തെളിവിനായി ശേഖരിച്ച അസ്ഥികൂടങ്ങളുമായി അയാൾ അഭിഭാഷകരുടെ പിന്തുണയോടെ വിഷയം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്നാൽ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ തുടക്കത്തിൽ കേസെടുക്കുവാൻ പോലീസ് തയ്യാറായില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ നിന്നുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അന്വേഷണത്തിനായി നിയോഗിച്ചു. ബെൽത്തങ്ങാടി പോലീസ് ക്വാർട്ടേഴ്സിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനായുള്ള ഓഫീസ് തുറന്നു. 3 അഭിഭാഷകർക്കൊപ്പം അയാൾ തെളിവെടുപ്പിനെത്തി. നേത്രാവതി പുഴയുടെ തീരത്തെ കാട്ടിലേക്കായിരുന്നു അന്വേഷണ സംഘത്തെ അയാൾ ആദ്യം നയിച്ചത്. ഇത്തരത്തിൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ 13 സ്ഥലങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുത്തു. അയാൾ കാണിച്ചു കൊടുത്ത ഓരോ പോയിന്റിലും സായുധ പോലീസുകാർ കാവൽ നിന്നു. അയാൾ കാണിച്ചു കൊടുത്ത ഓരോ സ്ഥലങ്ങളിലും SIT ഉദ്യോഗസ്ഥർ 3 തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ മണ്ണുമാറ്റി ശാസ്ത്രീയ പരിശോധന നടത്തുകയാണ്. പ്രാഥമിക തെളിവായി ശുചീകരണ തൊഴിലാളി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ അസ്ഥികളുടെ ഭാഗങ്ങളും തലയോട്ടിയും കൂടുതൽ പരിശോധനകൾക്ക് അയക്കും. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ധർമ്മസ്ഥലം മഞ്ജുനാഥ ക്ഷേത്രത്തിലെ സൂപ്പർവൈസർമാരും ജീവനക്കാരുമാണ് നിലവിൽ ആരോപണ വിധേയർ. തനിക്കും കുടുംബത്തിനും സംരക്ഷണം ഏർപ്പെടുത്തിയാൽ പേരുകൾ വെളിപ്പെടുത്തുവാൻ തയ്യാറാണെന്ന് ഇയാൾ പറയുന്നു. പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ പരിശോധനയിൽ 3-ാം നാൾ മനുഷ്യാസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നു. കാലങ്ങളായി പലരും ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയ ആരോപണങ്ങൾക്ക് ഇതോടുകൂടി ഒരു അടിസ്ഥാനമുണ്ടായിരിക്കുന്നു. പരാതിക്കാരൻ്റെ വെളിപ്പെടുത്തലിനെ തുടർന്നുണ്ടായ അന്വേഷണം ധർമ്മസ്ഥലയിലെ ദുരൂഹതകളെ സംബന്ധിച്ച് വലിയ വഴിത്തിരിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുമ്പ് ഭയം മൂലം പ്രതികരിക്കാതിരുന്നവർ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. 23 വർഷങ്ങൾക്കു ശേഷം അനന്യ ഭട്ട് തിരോധാനത്തിൽ പോലീസ് കേസെടുത്തു. അവസാന കർമ്മങ്ങൾ ചെയ്യാൻ മകളുടെ അസ്ഥിയെങ്കിലും കിട്ടിയാൽ മതിയെന്ന് വാർദ്ധക്യത്തിലേക്ക് കടന്ന അനന്യയുടെ അമ്മ പറയുന്നു. പെൺമക്കളെ കാണാതായ മറ്റു ചിലർ കൂടി പരാതിയുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഈ വെളിപ്പെടുത്തൽ ഉയർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. സൗജന്യയ്ക്കും പത്മലതയ്ക്കും അനന്യയ്ക്കും എന്താണ് സംഭവിച്ചത്? സൗജന്യ കേസിലെ 4 സാക്ഷികളും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കും? ധർമ്മസ്ഥലയിലെ മരണങ്ങളെക്കുറിച്ചും തിരോധാനങ്ങളെക്കുറിച്ചും സംസാരിക്കുവാനോ കേസ് കൊടുക്കുവാനോ ആളുകൾ ഭയപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചവരും സാക്ഷി പറയുന്നവരും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ വിഷയത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൽ സംസാരിക്കുന്ന ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ വ്യാപകമായി കേസെടുക്കുന്നതും കോടികളുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നതും എന്തുകൊണ്ടാണ്? 2025 തുടക്കത്തിൽ കർണാടകയിലെ യൂട്യൂബർ ഈ വിഷയത്തെക്കുറിച്ച് തയ്യാറാക്കിയ വീഡിയോ പിൻവലിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? താൻ കുഴിച്ചുമൂടിയെന്ന് മുൻ ശുചീകരണ തൊഴിലാളി അവകാശപ്പെടുന്ന 450-ലധികം വരുന്ന മൃതദേഹങ്ങൾ ആരുടെയൊക്കെയായിരുന്നു? ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ആരെയാണ് ഭയപ്പെടുത്തുന്നത്? ഉത്തരം കിട്ടും വരെ ഒറ്റയ്ക്കും കൂട്ടമായും ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കും. കാരണം ഓരോ ഇരകളും നീതി അർഹിക്കുന്നുണ്ട്. ആ നീതിക്കായി കാലങ്ങൾ കടന്ന് മനുഷ്യസ്നേഹികളുടെ ശബ്ദം ഉയരുക തന്നെ ചെയ്യും.